ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാലും നിങ്ങൾ തമ്മിലപ്പോ ശരിക്കും അടുപ്പായിരുന്നല്ലേ? എന്താ കഷ്ടമുണ്ടോ? എന്റെ ഭാര്യ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളാണെന്നും ഈ സാധാരണ പെണ്ണുങ്ങളെ കൂട്ട് കുട്ടിക്കുശുമ്പൊന്നും ഈ വഴിക്ക് പോയില്ല എന്ന് ഞാൻ വിചാരിച്ചു. താൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. എടോ, ഉത്തര എല്ലാരോടും ഇങ്ങനെയാ. ഈ ചിലരോടൊക്കെ പെരുമാറുന്ന കണ്ടാലേ ഏറ്റവും സ്നേഹമുള്ള ആളോട് വഴക്കിടുന്ന പോലെയാ തോന്നുക. ഞങ്ങളുടെ ഇവിടെ പാടത്തൊരു മാധവൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ ഉത്തര ശാസിക്കും, അയാളോട് ബഹളം വയ്ക്കും. കുറെ ആളുകൾ കരുതിയിരുന്നതേ അത് മാധവൻ ചേട്ടന്റെ മകളാണെന്ന്. അങ്ങനെയൊന്നും ഒരു പെണ്ണും എന്റെ മനസ്സിളക്കിയിട്ടില്ല, ഈ പെണ്ണൊഴിച്ച്. ഞാനങ്ങനെ സംശയിച്ചു ചോദിച്ചോന്നല്ല, മനസ്സിലിരിപ്പ് പറയിച്ചതല്ലേ. എനിക്ക് മനസ്സിലായി. വേറൊന്നും ഉദ്ദേശല്ല. ഹരിയുടെ അടുത്ത് വേറൊരാള് സ്വാതന്ത്ര്യം എടുക്കുന്നത് കണ്ടപ്പോ. വിട്ട് കള പെണ്ണെ, അവൾ അവളുടെ ജോലിക്ക് വന്നു, അവൾ അവളുടെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും. ഓ കണ്ട, അവൾ അവളുടെ വഴിക്ക് പോകുന്നല്ല. ദാ വന്നു. ഹലോ ഉത്തര. ഹരി, ഉറക്കായി പോയോ? ഇല്ല, പറഞ്ഞോളൂ. എനിക്ക് നാളെ രാവിലെ ഹരി ഒന്ന് കാണണമല്ലോ. നാളെ രാവിലെ? ആ, നാളെ രാവിലെ ഞാനും നിത്യമൊക്കെ പാടത്തുണ്ടാവും. അല്ല, തനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ വന്നോളാം. എങ്കിലും ഓക്കെ. തന്റെ ആഹാരമൊക്കെ കഴിഞ്ഞോ? എവിടുന്ന മാഷെ, ഞാനിങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും തെണ്ടി തിന്നാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് വീട്ടിൽ കയറണം. അപ്പൊ ഓക്കെ, നാളെ കാണാം. എന്നാ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഈ നാളെ രാവിലെ ഉത്തരയ്ക്ക് നമ്മളെ ഒന്ന് കാണണമെന്ന്. കാണണമെന്ന് പറഞ്ഞതേ ഹരിയെ മാത്രമാണ്. പിന്നെ കൂടുതൽ എന്നെയും ചേർത്തു. അതല്ലേ സത്യം? എന്താ മോനെ മറുപടി പറയാത്തത്? എന്നെ ആരും അങ്ങനെ കൊത്തിക്കൊണ്ടുപോകാൻ പോകുന്നില്ല കേട്ടോ.